2010 ശേഷമുള്ള ചരിത്ര വിജയം നേടി UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും UDF ഉജ്ജ്വല വിജയം നേടി. NDAയും വൻ മുന്നേറ്റമാണ് നടത്തിയത്. LDFന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനം UDFന് അനുകൂലമായി വിധിയെഴുതി. തിരുവനന്തപുരത്ത് BJPയുടെ തേരോട്ടമാണ്. LDF തകർന്നടിയുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ UDFന്റെ ആധിപത്യമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരുമുന്നണികളും 7 വീതം പഞ്ചായത്തുകൾ പങ്കിട്ടു. NDAയും പലയിടങ്ങളിലും നില മെച്ചപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിലേക്ക് എത്തുന്നു. 30 വർഷം നീണ്ട കേരളത്തിലെ പഞ്ചായത്തി രാജ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ UDF ഉണ്ടാക്കിയ മികച്ച വിജയങ്ങൾ ഒന്നാണ് ഇത്തവണത്തേത്. 10 വർഷം നീണ്ട LDF ഭരണമുണ്ടാക്കിയ സർക്കാർ വിരുദ്ധ വികാരം സമർത്ഥമായി UDFന് മുതലെടുക്കാൻ കഴിഞ്ഞു. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് LDFന് നേരിയ തോതിലെങ്കിലും ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞത്. എറണാകുളം, മലപ്പുറം ജില്ലകൾ UDF തൂത്തുവാരി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഉൾപ്പെടുന്ന മധ്യ കേരളം UDF നിലനിർത്തി. ഏറ്റവും വലിയ മുന്നേറ്റം UDFനുണ്ടായത് കോഴിക്കോട് ജില്ലയിലാണ്. 20 വർഷമായി കോൺഗ്രസിന് ഒരു MLA പോലുമില്ലാത്ത ജില്ലയിൽ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. കോർപ്പറേഷൻ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു. 2020 ഉണ്ടായിരുന്ന മേൽക്കൈയാണ് LDFന് ഇത്തവണ നഷ്ടമായത്. 6ൽ 4 കോർപ്പറേഷനുകളും UDF പിടിച്ചു. നഗരസഭകളിൽ 54 എണ്ണം UDFന്റേതായി. ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണവും, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 80 എണ്ണവും, ഗ്രാമപഞ്ചായത്തുകളിൽ 500 എണ്ണവും UDF നേടി. എല്ലാ തലങ്ങളിലും LDFന് നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി. ഇനി വരും ദിവസങ്ങളിൽ ജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികൾ. എന്നാലും ഒരുപാട് മാറേണ്ടതും ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുമായ നിരവധി കാര്യങ്ങളിലാണ് ഇനി മുന്നണികൾ തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്.